ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പൊള്ളാച്ചിക്കുള്ള യാത്രയിലാണ്. കൊല്ലംകോട് കൂടി കടന്നുകൊണ്ട് കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമമായിട്ടുള്ള പാലക്കാട് ജില്ല ചിറ്റൂർ താലൂക്കിൽപ്പെടുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ആ അതിർത്തി ഗ്രാമത്തിലൂടെ കടന്നു പോകുമ്പോഴുള്ള കാഴ്ചകളാണ്. കേരളത്തിൻ്റെ വേങ്ങനാട് എന്നാണ് പണ്ട് കാലത്ത് ഈ കൊല്ലംകോട് അറിയപ്പെട്ടിരുന്നത്. സാമൂതിരി രാജാക്കന്മാരുടെ സാമന്തന്മാരായിട്ടുള്ള കൊല്ലംകോട് രാജവംശമാണ് ഈ കൊല്ലംകോടിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് പണ്ട് കാലത്ത് എന്നാണ് പറയപ്പെടുന്നത്. കടന്നു പോകുമ്പോൾ ഈ കൊല്ലംകോട് ഇപ്പോൾ കേരളത്തിലെ ടൂറിസ്റ്റ് ഭൂപടത്തിലുണ്ട് ഇടം പിടിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം സീതാർകുണ്ട് എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടമാണ്. അത് ചുള്ളിയാർ, അതുപോലെ തന്നെ ചുള്ളിയാർ, മീങ്കര എന്ന അണക്കെട്ടുകളും നമുക്ക് ഈ സീതാർകുണ്ടിൽ ചെന്ന് നിന്നാൽ കാണാവുന്നതാണ്. അതായത് സീതാർകുണ്ടിന് ആ ഒരു പേര് വരാനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട്. അവിടെ ബസ്സിപ്പോൾ കൊല്ലംകോട് ടൗണിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് സീതാർകുണ്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിന് ആ ഒരു പേര് വരാനുള്ള, അതായത് വനവാസക്കാലത്ത് രാമനും സീതയും ലക്ഷ്മണൻ ഇവർ 3 പേരും ഈ ഒരു പ്രദേശത്ത് വളരെ ക്ഷീണിതരായി എത്തുകയും അപ്പോൾ ശ്രീരാമൻ തൻ്റെ പ്രാണപ്രേയസിയായ സീതയെ ഈ ഒരു അരുവി കാണിച്ചു കൊടുത്ത് ഇവിടെ സ്നാനം ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് പറഞ്ഞ് അങ്ങനെ ആ സീത സ്നാനം ചെയ്ത സ്ഥലത്തിന് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് പിൽക്കാലത്ത് ലോപിച്ചാണ് സീതാർകുണ്ട് എന്ന് ഈ ഒരു പേര് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളൂ. അതേപോലെ തന്നെ നെല്ലിയാമ്പതി മലനിരകളുടെ താഴെ കൂടെയാണ് താഴ്വാര പ്രദേശമാണ് ശരിക്കും ഈ ഒരു കൊല്ലംകോട് എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്കും വളരെ അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളും അതേപോലെ വയലേലകളും ഒക്കെ ഉള്ള ഒരു സ്ഥലങ്ങളാണ്. നമ്മൾ റോഡിൻ്റെ ഇരുഭാഗവും നമ്മൾ ശരിക്കും ഇപ്പോൾ ആ ഒരു മലകളുടെ കാഴ്ചകൾ, അതായത് നെല്ലിയാമ്പതി മലനിരകളുടെ ആ ഒരു കാഴ്ചകൾ ഇങ്ങനെ കാണുന്നതിനും അതിൻ്റെ അങ്ങ് കുറേ ദൂരെയായിട്ട് ആ വെള്ളം സീതാർകുണ്ടിലെ വെള്ളം വന്ന് പതിക്കുന്നതുമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ ഒരു ബസ്സിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ 2ാമത്തെ കൃഷി ഇറക്കിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അത് ചില സ്ഥലങ്ങളിൽ നെല്ല് കൊയ്യാറായി നിൽക്കുന്ന കാഴ്ചകളുണ്ട്. അതേപോലെ തന്നെ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ പാലക്കാടൻ ടിപ്പിക്കലായിട്ടുള്ള പാലക്കാടൻ ഗ്രാമപ്രദേശത്തിൻ്റെ ഒരു കാഴ്ചകളോട് ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഒരു നെന്മാറ കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു തമിഴ്നാടിൻ്റെ ഛായയും കൂടി വരുന്നുണ്ട്. അങ്ങ് അകലെ നിൽക്കുന്ന മലനിരകളുടെ അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ ഞാൻ എന്തോരം പോകുന്തോറും നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളുടെ കാഴ്ചകൾ. ഇത് എന്തോരം നോക്കിയാൽ നമ്മൾ വീണ്ടും കണ്ണെടുക്കാത്ത തരത്തിൽ നമ്മൾ നോക്കിയിരുന്നു പോകും. അത്തരത്തിലുള്ള കാഴ്ചകളാണ്. അതായത് കണ്ടില്ലേ, ഇഷ്ടം പോലെ നെൽപ്പാടങ്ങളുടെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ കടന്നു പോകുന്ന സ്ഥലങ്ങളിലൂടെ ഉള്ളത്. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ്. വീണ്ടും ഒരു മലനിരകളുടെ കാഴ്ചകൾ ഈ ബസ്സിൽ നിന്നുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ ഇത്രയൊരു ബസ്സിലിരിക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ വലിയ വണ്ടിയിലിരുന്ന് ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കൂടെ മുകളിലിരുന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഒരു ബസ്സിലിരുന്ന് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും കൂടി ഒരു 2.5-3 മീറ്ററോളം മുകളിലിരുന്ന് നമുക്ക് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു വളരെ കൃത്യമായിട്ടുള്ള രസകരമായിട്ടുള്ള വിഷ്വൽസാണ് ശരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വയലേലകളുടെ കാഴ്ചകളൊക്കെ നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 60-70 കിലോമീറ്ററോളം ഉണ്ട് ഇനി പഴനിക്കാണ് ശരിക്കും ഇതിൻ്റെ യാത്ര. ആ പഴനിക്കുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്ക് കൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളിലെ ഇത്തരത്തിൽ നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ, പ്രത്യേകിച്ചും ഒരു പാലക്കാടൻ ടിപ്പിക്കലായിട്ടുള്ള പാലക്കാടൻ ഗ്രാമപ്രദേശത്തിൻ്റെ കാഴ്ചകൾ, അവിടുത്തെ അതേപോലെ തന്നെ ക്ഷേത്രങ്ങൾ, ഈ ഒരു പ്രദേശത്ത് ചെറിയ ചെറിയ അമ്പലങ്ങൾ, അവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ചില വേലകൾ, ഉത്സവങ്ങൾ, ഇതൊക്കെ മിക്കവാറും ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് നടക്കുക.
പ്രത്യേകിച്ചും ഈ നെന്മാറ വര നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം കഴിഞ്ഞ കൊല്ലം 2024 നെന്മാറ വേലയ്ക്ക് പോകാനുള്ളൊരു ഭാഗ്യവും കൂടെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അവിടെ എഴുന്നള്ളിപ്പിനേക്കാളൊക്കെ കൂടുതൽ പ്രസിദ്ധമായിട്ട് ഒന്ന് ശരിക്കും വെടിക്കെട്ടിനാണ് അവിടെ ആ ഒരു പ്രാധാന്യം എന്നെനിക്ക് തോന്നുന്നു. ഏതായാലും അത് എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിപ്പോൾ കൊല്ലങ്കോട് കഴിഞ്ഞ് തമിഴ്നാടിൻ്റെ അതിർത്തിയായിട്ടുള്ള ഗോവിന്ദാപുരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിലൂടെയുള്ള കാഴ്ചകൾ, ഇവിടെ ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ്സുകൾ ഗോവിന്ദാപുരം, പാലക്കാട് ഗോവിന്ദാപുരം, തൃശ്ശൂർ ആ റൂട്ടിലൊക്കെ ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുഗതാഗത സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേർന്ന്, പ്രത്യേകിച്ചും ഇതൊരു മെയിൻ റൂട്ട് കൂടി ആകുമ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്നും തമിഴ്നാട്ടിലേക്കുള്ള ഒരു മെയിൻ റൂട്ട് കൂടി ആകുമ്പോൾ ഗതാഗതത്തിനൊന്നും വലിയ പ്രയാസവും കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും നമ്മൾ ഗോവിന്ദാപുരം ആ ഒരു അതിർത്തി ചെക്ക് പോസ്റ്റിനോട് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ വീണ്ടും ആ ഇടതുവശത്തേക്ക്, ശരിക്കും ഇടതുവശത്ത് നല്ല രീതിയിലുള്ള വയലാളുടെ കാഴ്ചകളുണ്ട്. പക്ഷെ കുറേ കൂടി ഇത്തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ചകളിലൂടെയാണ് നമ്മൾ ഈ ഒരു വഴിക്ക് കടന്നു പോകുന്നത്. നമ്മൾ ശരിക്കും പോകേണ്ടതായിട്ടുള്ള ഒരു റൂട്ട് കൂടിയാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഗോവിന്ദാപുരത്ത് എത്തിയിരിക്കുന്നു. ഗോവിന്ദാപുരം അതാ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ ആ തമിഴ്നാട്ടിലേക്ക് കയറുമ്പോഴത്തേക്കും ആ റോഡുകളുടെയൊക്കെ രീതികൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതായത് 4 ലൈനിൽ ആണ് ഈ റോഡ് ഇപ്പോൾ ഇവിടെ നിന്നും തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചകളിലേക്ക് കൂടെ പോകുന്നത് നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. എത്ര മനോഹരമായിട്ടാണ് ആ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതൊക്കെ. തമിഴ്നാട് കുറേ കൂടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് നമ്മുടെ കയ്യിലൊക്കെ ഒരുപാട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടെയാണ് ഈ ഒരു പുതിയ കാലത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കാണുവാനായിട്ടുള്ളത്. വളരെ അതിമനോഹരമായിട്ടാണ് അവർ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് ഏകദേശം ഒരു 10 കിലോമീറ്റർ 12 കിലോമീറ്ററോട്ട് കഷ്ടി ദൂരത്ത്, അത് അത്ര പോലും വരില്ല എന്നുള്ളൂ. ഒരു 5-6 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും വീണ്ടും സിംഗിൾ ലൈൻ ആകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനുണ്ട്. അതായത് ഈ ഒരു പ്രദേശത്ത് വളരെ നല്ല റോഡിൻ്റെ ഒരു കാഴ്ചകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇനി ഏകദേശം 17-18 കിലോമീറ്റർ കിട്ടും നമുക്ക് പൊള്ളാച്ചിയിലേക്ക് എത്തുന്നതിനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ റോഡിൻ്റെ ഒരു കാഴ്ചകൾ വീണ്ടും കുറേ പുളിമരങ്ങൾ നിൽക്കുന്ന, റോഡിലൊരു കുറച്ച് പോലും വെയിൽ വീഴാത്ത രീതിയിലുള്ള കുറേ കാഴ്ചകളിലേക്കും കൂടിയാണ് നമ്മൾ ഇനി ചെല്ലുന്നത്. അവിടെ ഏകദേശം ആ 4 ലൈനിൻ്റെ കാഴ്ചകൾ അവസാനിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ കുറേ പതിനേഴിലേക്ക് ഏകദേശം 70 കിലോമീറ്റർ ഇപ്പോൾ ഇവിടെ നിന്നാണ് കാണിക്കണേ. ആ 4 ലൈൻ തീർന്നിട്ടുള്ള ഒരു റെയിൽവേ ക്രോസിങ് വരും. അവിടെയാണ് ആ 4 ലൈനിൻ്റെ കാഴ്ചകൾ, ആ 4 ലൈൻ റോഡ് തീരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആ സിംഗിൾ റോഡ് തന്നെയാണ് പറഞ്ഞ് നമ്മൾ പൊള്ളാച്ചിയിൽ ഒരു 5 കിലോമീറ്റർ ഇപ്പുറം വരെ ആ ഒരു കാഴ്ചകളിലേക്കാണ് നമ്മൾ ഏതായാലും പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ തമിഴ്നാടിൻ്റെ, പ്രത്യേകിച്ചും തമിഴ്നാടിൻ്റെ ആ ഗ്രാമപ്രദേശങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ, അതായത് കേരളത്തിലെ 90കളിലും 2000കളിലും സംഭവിച്ചിരിക്കൊണ്ടിരുന്ന ആ ഒരു മാറ്റങ്ങൾ, അതായത് ഒരു ടൗൺ ആയിട്ടുള്ള ഒരു പരിണാമങ്ങൾ മിക്കവാറും തമിഴ്നാടിൻ്റെ എല്ലാ ജംഗ്ഷനുകളിലും, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള റോഡ് സൈഡുകളിലൊക്കെ നല്ല വ്യത്യാസങ്ങൾ ഈ റോഡിന് വന്നിരിക്കുന്ന ആ ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഈ ഒരു 5-8 കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊള്ളാച്ചിയിലേക്ക് എത്തും. ഏതായാലും ഇപ്പോഴും 4 ലൈൻ തന്നെയാണ്. ഏതായാലും കുറച്ച് കൂടെ കഴിയുമ്പോൾ കുറച്ച് ദൂരം ഏതായാലും നമ്മൾ സിംഗിൾ ലൈനിലൂടെ വീണ്ടും ഓടേണ്ടതായിട്ടുണ്ട്. 2 സൈഡിലും തെങ്ങും തോപ്പുകളുടെ കാഴ്ചയാണ്. തമിഴ്നാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും കേരളം എന്നുള്ള പേര് ഇപ്പോൾ തമിഴ്നാടിനാണ് യോജിക്കുക എന്നുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലാണ് അത്ര തെങ്ങും തോപ്പുകളുടെയും, അതുപോലെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ചില കോഴി ഫാമുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാന്തോട്ടങ്ങൾ ഒക്കെ ഉള്ള കാഴ്ചകളുണ്ട്. അത് ഞാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലം വീണ്ടും ഡബിൾ ലൈനിലേക്ക് വന്നിരിക്കുകയാണ്. എന്തോരം പുളിമരങ്ങളെന്നൊക്കെ പണ്ടൊക്കെ
ഈ പുളിമരങ്ങൾ ഇന്ത്യ മുഴുവൻ ഉള്ള ഹൈവേകളുടെ സൈഡിൽ കൂടെ ഇതേ ഇത്തരത്തിലുള്ള പുളിമരങ്ങളുടെ കാഴ്ചകളായിരുന്നു ഞാൻ പണ്ട് ലോറിയിലൊക്കെ പോകുമ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിനെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ഇങ്ങനെ ഒരു കുറച്ച് ദൂരമുണ്ട്, ഏകദേശം ഒരു 3-4 കിലോമീറ്ററിൻ്റെ ഇത്തരത്തിലുള്ള റോഡുകൾ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും പൊള്ളാച്ചിയിലേക്ക് എത്താൻ പറ്റുക. ആ പൊള്ളാച്ചിയിലേക്ക് നമുക്ക് ആ ചെറിയൊരു ടൗണിലേക്ക് ചെല്ലുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള കുറേ കാഴ്ചകൾ, കുറേ ആ ചെറിയ രീതിയിലൊക്കെ റോഡിൽ തിരക്ക് കൂടി തുടങ്ങിയിരിക്കുന്നു. അതുപോലെ ഇവിടെ മഴയാവുന്ന എനിക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് മഴ വരും എന്നുള്ള പ്രവചനമാണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വലിയ വെയിലൊന്നും ഇന്ന് കാണുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു 3-4 മിനിറ്റിനകം അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനകം തന്നെ നമ്മൾ പൊള്ളാച്ചി ടൗണിൻ്റെ കാഴ്ചകളിലേക്ക് ഇങ്ങോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിൽ ഇടയ്ക്കൊക്കെ കുറേ ഹമ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ചാടുമ്പോഴുള്ള ചെറിയ ഒരു ബുദ്ധിമുട്ടുകൾ എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഈ ഒരു റോഡിൽ നമുക്ക് വിട്ടുപോകുന്ന അത്യാവശ്യം നല്ല വീതിയുള്ള റോഡും കൂടിയാണ്. പക്ഷേ ഏറ്റവും വലിയ ആകർഷണം ഇത്തരത്തിലുള്ള പുളിമരങ്ങൾ അന്നത്തെ വെയിൽ താഴെ പതിക്കില്ലാത്ത രീതിയിലുള്ള പുളിമരങ്ങളുടെ കാഴ്ചകളിലേക്ക് കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ പൊള്ളാച്ചി ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് പൊള്ളാച്ചിയിലെത്തുക, എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വീണ്ടും അവിടുന്ന് പഴനിക്കുള്ള യാത്ര തുടരുക എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഞാനിരിക്കുന്നത്. ഈ തമിഴ്നാട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കുള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ നമ്മൾ ശരിക്കും വേറൊരു ലോകത്ത് തന്നെ എത്തിക്കും. ഏതായാലും പൊള്ളാച്ചി ടൗണിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം 60 കിലോമീറ്ററാണ് പഴനിക്ക് ഉള്ളത്. ഏതായാലും ഇവിടെ ഒരു ചായ കുടിക്കണം, അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ യാത്ര തുടരാമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് പൊള്ളാച്ചി ടൗൺ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊള്ളാച്ചി ടൗണിന് വളരെ അടുത്ത് വരെ ഇത്തരത്തിലുള്ള ഗ്രാമപ്രദേശങ്ങളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കടന്നു പോകുമ്പോഴതായ ഇത്തരത്തിലുള്ള കാഴ്ചകളുണ്ട്. ഇത്തരത്തിലുള്ള അണ്ടർപാസുകൾ ഒക്കെ പ്രത്യേകിച്ചും തമിഴ്നാടിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് എന്ന് നിങ്ങളുടെ ഈ ഒരു സമയത്ത് നമുക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നു. നമ്മൾ പൊള്ളാച്ചിയുടെ നഗരഭാഗങ്ങളിലേക്ക് കാഴ്ചകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പൊള്ളാച്ചി ഒരു ലോക്കൽ ബസ് സ്റ്റാൻഡിലേക്കാണ് ഈ ഒരു ബസ് ചെന്ന് നിൽക്കുന്നതിനായിട്ട് പോകുന്നത്. 1-2 ചെറിയ ടേണിങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊള്ളാച്ചി നേരെ ഹൃദയത്തിലേക്ക് നമുക്ക് ചെല്ലാം.